ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശേഖരിച്ച സാമ്പിളുകൾ നാളെ കോടതിയിൽ ഹാജരാക്കാൻ SIT. സന്നിധാനത്തെ ദ്വാരപാലക പാളികൾ, കട്ടിളപ്പാളികൾ, ശ്രീകോവിലിന്റെ വശങ്ങളിലെ തൂണുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളാണ് ഹാജരാക്കുക. തുടർന്ന് കോടതിയുടെ അനുമതിയോടെ ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലേക്ക് അയക്കും. അതേസമയം ഈ മാസം 18-ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ അറസ്റ്റിലായിട്ട് ഒരു കേസിൽ 90 ദിവസം തികയുകയാണ്. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് ഹരി. ഇനിയിപ്പോ ഒരുപാട് പേര് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി പത്മകുമാർ ഇറങ്ങുന്നതും കാത്തിരിക്കുകയാണ്. അതിനു മുൻപ് കുറ്റപത്രം സമർപ്പിക്കാനാകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഈ പരിശോധന അത് നിർണായകമാണ്. ആ പരിശോധനയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. അത് എപ്പോൾ ലഭിക്കും? ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലഭിക്കുമെന്നാണോ കരുതുന്നത്? ശ്രുതി, റീജിത്ത്, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും SIT അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരാഴ്ച മതിയാകുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. കാരണം VSSയിൽ നേരത്തെ ശാസ്ത്രീയ പരിശോധന നടത്തിയത് നമ്മൾ കണ്ടതാണ്. ആദ്യ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഏകദേശം 1 മാസത്തോളം സമയവും രണ്ടാമത്തെ പരിശോധനയ്ക്ക് 2 ആഴ്ചത്തെ സമയവും എടുത്തു. അപ്പോൾ ഈ പുറത്തേക്ക്, അതായത് അത്യാധുനിക സംവിധാനങ്ങളുള്ള കേരളത്തിന് പുറത്തുള്ള ലബോറട്ടറിയിൽ ഒരാഴ്ച കൊണ്ട് ഫലം ലഭിക്കും, അല്ലെങ്കിൽ ആ പരിശോധന പൂർത്തിയാകും എന്നുള്ളത് SIT കരുതുന്നത് എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. എങ്കിലും ഈ ആഴ്ച തന്നെ, അതായത് നാളെ തന്നെ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ട സാമ്പിളുകൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് നാളെയും മറ്റന്നാളുമായി ഈ സാമ്പിളുകൾ അയക്കാനാണ്, അതായത് ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലേക്ക് അയക്കാനാണ് SIT ലക്ഷ്യമിടുന്നത്. ആദ്യം ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതല്ല, ജംഷഡ്പൂരിലെ ലബോറട്ടറിയിലേക്കാണ് അയക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇതിന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് നാളെ അനുമതി തേടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എത്ര സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടത് എന്നുള്ളത് ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏകദേശ ധാരണ പ്രകാരം ഒരു 1.5 കിലോ സ്വർണം എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള ഒരു സംശയം നേരത്തെ VSSയിൽ പരിശോധന നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞരൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ എത്ര സ്വർണ്ണമാണ് ഈ പാളികളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ശാസ്ത്രീയ പരിശോധന അനിവാര്യമാണ്. ആ പരിശോധനയാണ് ഒന്ന് നടക്കുക. മറ്റൊന്ന്, ഈ പാളികൾ, അതായത് ദ്വാരപാലക പാളികളും കട്ടിളപ്പാളികളുമായി അതായത് ഏകദേശം 20ഓളം പാളികളുണ്ട്. അതായത് ദ്വാരപാലക പാളികളിലെ 12 പാളിയും കട്ടിളപ്പാളിയിലെ 7 പാളിയുമുണ്ട്. ഈ പാളികളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പൂർണ്ണമായിട്ടും അടിച്ചു മാറ്റിയിട്ടുണ്ടോ? അതായത് അതിന് പുറത്തൊട്ടിച്ചിരിക്കുന്ന സ്വർണ്ണത്തിന് അപ്പുറത്തേക്ക് പാളികൾ തന്നെ അപ്പാടെ മാറ്റിക്കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണോ ഉണ്ണികൃഷ്ണൻ പോയി തിരിച്ചു കൊണ്ടുവച്ചത് എന്നുള്ള സംശയത്തിൽ ഇതേവരെ ഒരു ഉത്തരം കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധനയിൽ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ കുറ്റപത്രം അതിവേഗത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് SIT ലക്ഷ്യമിടുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പരിശോധനയിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കുറ്റപത്രം സമർപ്പിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് SITയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രതിസന്ധി. കാരണം തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല. ഈ പരിശോധനയിൽ ഇതുവരെ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ 2 കാര്യങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ പോലും കുറ്റപത്രം നീണ്ടുപോയി കഴിഞ്ഞാൽ പ്രതികളെല്ലാവരും, ഇപ്പോൾ ഇതുവരെ ഇറങ്ങിയ പ്രതികൾ മാത്രമല്ല തന്ത്രി അടക്കമുള്ള എല്ലാ പ്രതികളും പുറത്തേക്ക് ഇറങ്ങുകയും അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുകയും ചെയ്യും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി SITക്കുണ്ട്. ഹരിമോഹൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. മറുവശത്ത് കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വെല്ലുവിളികൾക്കിടയിലും ഉണ്ടാകുന്നു. എത്ര സ്വർണം പോയി എന്നത് സംബന്ധിച്ച് പോലും ഇപ്പോഴും അവ്യക്തത ബാക്കിയാണ്. അതിനിടെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശേഖരിച്ച സാമ്പിളുകൾ നാളെ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഹരിമോഹൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മറ്റ് റിപ്പോർട്ടുകൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം